വെഞ്ഞാറമൂട്ടിൽ ആ ഒരു 23കാരൻ ആ 5 ആളുകളെ തലക്കടിച്ചു കൊന്നതിനു ശേഷം ആ പ്രശ്നം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ രക്ഷിതാവ് ആപ്പ ഗൾഫിൽ നിന്ന് വന്നു. അത് പിന്നെ ചാനലുകളോട് നിരന്തരമായി അദ്ദേഹത്തിന്റെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ വിഷമത്തിൽ പങ്കുചേരുകയാണ്. അങ്ങനെയുള്ള ഒരു പിതാവിന്റെ ആ ഒരു വിഷമം മറ്റൊരാൾക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ, എനിക്ക് എന്റെ ഗൾഫില് ഒരു 10 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, നാട്ടിലൊരു 15 ലക്ഷം ഉണ്ട്. അതല്ലാത്ത ഒരു കടം എനിക്കറിയില്ല എന്നാണ്. അത് എന്റെ മകനും എന്റെ ഭാര്യയും ഒക്കെ കൂടി ഉണ്ടാക്കിയതാണ്. അവരാണ് പിന്നെ ആധാരം കൊണ്ടുപോയി പണയം വെച്ചത്. അവരാണ് ആ തെറ്റായ വഴിയിലൂടെ പോയത്. എന്താ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് പല കുടുംബങ്ങളിലും ആ കുടുംബങ്ങളിൽ പോലും സ്വന്തം ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ്. ആർക്കാണ് കടമുള്ളത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. പിന്നെ എന്തിനാ ഉപയോഗിച്ചത്, ആർഭാട ജീവിതത്തിനാണ് എന്നാണ്. ഈ ആർഭാട ജീവിതത്തിന് പിന്നാലെ പോയ ഖുർആൻ പറഞ്ഞത് എന്താ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, അത് പിശാചിന്റെ കൂട്ടാളികളായി മാറും. പിശാചിന്റെ കൂട്ടാളിയായ എന്താ സംഭവിക്കുക, വഇദ് സയ്യന ലഹുമുശ് ശൈത്താൻ, അവൻ ചെയ്യുന്ന എന്തൊക്കെ തെറ്റുകളുണ്ടോ അതൊക്കെ അവന് നന്നാക്കി ഇങ്ങനെ ശൈത്താൻ കാണിച്ചു കൊടുക്കും.